പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാതിരുന്നുണ്ട്. ഞാനിപ്പോ എന്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ട് നല്ല ക്ലിയർ സ്കിൻ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാ. പക്ഷെ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ നിറം വർദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഹോം ടിപ്സ് അല്ലെങ്കിൽ ഒരുപാട് ബ്യൂട്ടി ടിപ്സ്, ഹോം റെമഡീസ് ഒന്നും ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ടോണിന് യാതൊരു മാറ്റവും വന്നിട്ടില്ലേ? അപ്പോ ഇതാ ഇങ്ങനെ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. റെഹാനോഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ബ്യൂട്ടി ടിപ്സ് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്, അവരുടെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്രയും റിസൾട്ട് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ബ്യൂട്ടി ടിപ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. അപ്പൊ നമുക്ക് ടൈമൊന്നും കളയണ്ട. എല്ലാവരുടെയും കയ്യിൽ, ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലുള്ള ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ്, 2-3 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഒരു കാര്യം ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ആർക്കും ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർമനന്റ് കളർ അല്ല, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ കടലമാവ്, കടലപ്പൊടിയാണ്. അതൊരു കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, പീൽ ഓഫ് മാസ്ക് ആണ്. ഞാൻ എന്താണ് നാച്ചുറൽസ് എസൻസിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പീൽ ഓഫ് മാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു പരുവം കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പീൽ ഓഫ് മാസ്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് കടലമാവ് കൂടുതലെടുത്തു, അതുകൊണ്ട് കുറേ എമൗണ്ട് പീൽ ഓഫ് മാസ്ക് വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കുറച്ച് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ എത്തിക്കുക. അതുവരെ നമ്മളുടെ പീൽ ഓഫ് മാസ്ക് ഒഴിച്ചു കൊടുക്കുക, വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. അപ്പോൾ അതാ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി, ഞാൻ ഒരുപാട് പീൽ ഓഫ് മാസ്ക് ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. ബ്രഷ് ഉള്ളവർ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം, ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് എന്താ പറയുക, ലൂസാക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ഒരുപാട് നമ്മുടെ പീൽ ഓഫ് മാസ്ക് കുറച്ചുകൂടെ ആഡ് ചെയ്തു. പക്ഷെ അപ്പോഴും ഈ ഒരു തിക്നെസ് അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് പീൽ ഓഫ് ചെയ്യാൻ കിട്ടുമോന്നൊന്നും അറിയില്ല. എന്നാലും അവര് പറയുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവുന്നതാണ്. അപ്പൊ എനിക്ക് കുറച്ച് ബ്ലാക്ക് ഹെഡ്സിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. അലർജി ഉള്ളവർക്ക് മഞ്ഞൾ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത്. അപ്പൊ അവിടെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിലേറെ ബെറ്റർ നമുക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാണെന്നാ. ഈ കടലപ്പൊടിയും മഞ്ഞളും ഒന്നും ഉപയോഗിക്കാതെ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാണ് നല്ലത്. എന്നാൽ നമുക്ക് പീൽ ഓഫ് ചെയ്യാനെങ്കിലും പറ്റും. ഇത് കണ്ടോ, ആ ഒരു പീസ് നല്ല കഷ്ണം പോലെ കിടക്കുകയാണ്. ഇത് പീൽ ഓഫ് ചെയ്യാനൊന്നും പറ്റുണ്ടാവില്ല, നമ്മൾ വാഷ് ഔട്ട് ചെയ്യേണ്ടി വരും കുറച്ച് ടൈം വെച്ചതിന് ശേഷം. അപ്പൊ അതാ ഞാൻ കുറച്ച് ബാക്കിയുണ്ട്, ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് എടുത്തു, 3 സംഭവങ്ങളും. അപ്പോൾ ഇതിന്റെ പകുതിയായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് മതി, നമ്മളെ ഫേസിൽ മാത്രം ഇടുകയാണെങ്കിൽ, കയ്യിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാം. പക്ഷെ എനിക്ക് എന്തായാലും ഈ ഒരു ടെക്സ്ചർ ഓക്കെ അല്ല, പെർഫെക്റ്റ് അല്ല. കാരണം പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ടാവും, കണ്ടില്ലേ ഇവിടെയൊക്കെ എവിടെയും തട്ടാതെ നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. കാരണം ഇത് കട്ട പിടിച്ചിട്ട് ഈ ഒരു പീൽ ഓഫ് മാസ്ക് അതായത് ആ ഒരു പൗഡറുടെ കൂടെ കൂടിയിട്ട്, അതായത് കടലമാവിന്റെ മഞ്ഞൾപ്പൊടിന്റെ ഒക്കെ കൂടെ കൂടിയിട്ട്
അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്, ലൂസ് ആവുന്നില്ല. എത്ര പീൽ ഓഫ് മാസ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൂസ് ആവുന്നില്ല. പിന്നെ വെള്ളം എന്തെങ്കിലും ആഡ് ചെയ്താൽ ഓക്കെ ആവുമെന്ന് അറിയില്ല. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിനി ഇത് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഡ്രൈ ആവുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ ഭാഗത്തൊന്നും ഒന്നും ആയിട്ടില്ല. പിന്നെ ഇത് പശ ആയിട്ട് കണ്ടോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ് കയ്യില്, ഇവിടെ നിൽക്കുന്നില്ല. കണ്ടോ, ഇത് നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ പറിച്ചെടുക്കാം. ഡ്രൈ ആകുന്നുണ്ട്, ഒരു മുഖത്തൊക്കെ നമ്മൾ ഒരു എന്താ പറയാ ഒരു വലിവ് ഫീൽ ചെയ്യുന്നുണ്ട്, ഡ്രൈ ആകുന്നുണ്ട്. ബാക്കി നോക്കാം. അപ്പൊ ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. കയ്യില് കാണിച്ചു തരാം, ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് 100% ഉറപ്പാണ് ഇത് പീൽ ഓഫ് ചെയ്യാനൊന്നും കിട്ടില്ല. കാരണം കണ്ടില്ലേ, നമ്മള് വല്ല മഞ്ഞളൊക്കെ അരച്ചിട്ട പോലെ അങ്ങനെ കിടക്കുകയാണ്. പീൽ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ സ്കിന്നുമായിട്ട് ചേർന്ന് കിടക്കണം. ഇത് അങ്ങനെ കിടക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു മഞ്ഞളും അതേപോലെ ഈ ഒരു കടലമാവൊക്കെ ജസ്റ്റ് നമ്മളൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഫേസിൽ കിടക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പറിച്ചെടുക്കാം. എല്ലാവരും നല്ലത് വാഷ് ചെയ്യാണ്. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം ഫേസ്. അപ്പൊ ഞാൻ വാഷ് ചെയ്തു. എനിക്കൊരു നീറ്റിൽ അനുഭവപ്പെടുന്നുണ്ട്. മഞ്ഞൾ യൂസ് ചെയ്തോണ്ടാവും പോർസും കാര്യങ്ങളും. എനിക്കിവിടെ ഒരു പിമ്പിൾ വലുതായിട്ടൊരു കുരു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, മഞ്ഞൾ യൂസ് ചെയ്തോണ്ടാണോന്ന് അറിയില്ല. ഒരു നീറ്റിലുണ്ട് ഫേസിൽ. പിന്നെ നമുക്കൊന്ന് സ്കിന്നൊന്ന് പെട്ടെന്നൊന്ന് ഗ്ലോ ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ബ്ലാക്ക് ഹെഡ്സും നമ്മളുടെ വൈറ്റ് ഹെഡ്സും ഒന്നും റിമൂവ് ആവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് നമുക്കൊരു എന്താ പറയാ ടെമ്പററി ആയിട്ട് ഒന്ന് സ്കിൻ ഇൻസ്റ്റന്റ് ഗ്ലോയിങ്, ചെറുതായിട്ടൊരു ഗ്ലോയിങ് തരാൻ ഹെൽപ്പ് ചെയ്യും. അത് ഓക്കെയാണ്. അല്ലാതെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യും, വൈറ്റ് ഹെഡ്സ് ഇനി വരൂല, അതൊക്കെ ചുമ്മാ പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ട്രൈ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ സെയിം എന്താ പറയാ പിന്നെ പീൽ ഓഫ് മാസ്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ ചിലപ്പോൾ എന്റെ പീൽ ഓഫ് മാസ്കിന്റെ ഇഷ്യൂ ആയിരിക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയാ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതായത് ടൈമിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് കമന്റ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.